വെൽക്കം ബാക്ക് ടു ലിബീസ് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. ഇപ്പം മാങ്ങ സീസൺ ആണല്ലോ. ഇപ്പം മാങ്ങയൊക്കെ വിളഞ്ഞ് വരുന്നതേ ഉള്ളൂ. അപ്പം ഈ മാങ്ങ സീസണിൽ ഏറ്റവും കൂടുതൽ വീടുകളിൽ കാണുന്ന ഒരു കറിയാണ് അല്ലെങ്കിൽ ഒരു ചമ്മന്തിയാണ് മാങ്ങ ചമ്മന്തി. അപ്പം നമ്മൾ മിക്ക ദിവസം മാങ്ങ ചമ്മന്തി മാങ്ങ സീസൺ ആയാലും ഉണ്ടാക്കും. അപ്പോൾ ഇത് അമ്മ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ഒരു 5 മിനിറ്റിൽ മിക്സിയിൽ കറക്കി ഉണ്ടാക്കുന്ന ഒരു മാങ്ങ ചമ്മന്തിയാണ്. എന്നാൽ വളരെ ടേസ്റ്റുമാണ്. നമ്മൾ ചോറൊക്കെ എത്ര കഴിക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി ടപ്പേന്നൊന്ന് കാണാം. അരമുറി തേങ്ങ നമ്മളിതിനു വേണ്ടി ആദ്യം തിരുമ്മിയെടുക്കണം. പിന്നെ വേണ്ടത് പുളിയുള്ള മാങ്ങയാണ്. ഏകദേശം ഒരു മാങ്ങ മൊത്തത്തിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഈ മാങ്ങയുടെ ഒരു അരമുറി മാങ്ങ ചേർത്തേച്ചാൽ മതി. ഇതേപോലെ കൊത്തി അരിഞ്ഞ് തേങ്ങയിലോട്ട് ചേർക്കണം. അപ്പം തന്നെ പെട്ടെന്ന് നമുക്ക് അരഞ്ഞു കിട്ടും. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ കൊത്തി അരിഞ്ഞിടുന്നത്. പിന്നെ ഇതിനകത്തോട്ട് 3-4 കഷ്ണം കൊച്ചുള്ളി, അത് നമ്മൾ അരിഞ്ഞിടുകയാണ്. ഇതെല്ലാം പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് അരിഞ്ഞ് ചേർക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഈ മാങ്ങയും കൊച്ചുള്ളിയും ഒക്കെ ആദ്യം ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം ബാക്കി ചേരുവകൾ ചേർത്താൽ മതി. അപ്പോൾ തേങ്ങയും മാങ്ങയും അരിഞ്ഞതും കൊച്ചുള്ളിയും എല്ലാം കൂടെ നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് മാറ്റിയിട്ട് അതിലോട്ട് ആവശ്യത്തിന് മുളക് പൊടി ചേർക്കുക. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഞാനിവിടെ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. 1/2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കണം. പ്രത്യേകിച്ച് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ മാങ്ങയുടെ വെള്ളം ജലാംശം വെച്ച് തന്നെ ഈ മിക്സിയിൽ നമുക്കിത് നന്നായിട്ട് ചതഞ്ഞ് കിട്ടും. അപ്പോൾ മിക്സിയിൽ നമ്മൾ ഓരോ പ്രാവശ്യം ഒന്ന് ജസ്റ്റ് കറക്കി ഓരോ പ്രാവശ്യം നിർത്തി ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വേണം നമുക്കിത് ചതച്ചെടുക്കാനായിട്ട്. ഒരുപാട് അരഞ്ഞും പോകണ്ട, എന്നാൽ അരയാതെ ഇരിക്കേണ്ട. നല്ല അടിപൊളിയായിട്ട് നമുക്കിത് അരച്ചെടുക്കാൻ പറ്റും. ഒരു 5 മിനിറ്റ് പോലും വേണ്ട ഈ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ വേണ്ട നമ്മുടെ മാങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് മിക്സിയുടെ ജാറിൽ നിന്ന് മാറ്റി തേണ്ട ഇതേപോലെ നല്ല ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി ഒരു അടിപൊളി റെസിപ്പിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.